നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ ഗൗരിമോള് വന്ന് കൊണ്ടുപോകുന്ന ഇവിടെ എല്ലാരോടും പറഞ്ഞിരിക്കുന്നത്. ബാഗും തയ്യാറാക്കി വെച്ചിരിക്കുക. എന്നെ മോളുടെ കൂടെ കൊണ്ടുപോയില്ലേ? മുത്തശ്ശി ഞാൻ കൊണ്ടുപോവാം. പക്ഷേ ഇപ്പൊ പറ്റില്ല മുത്തശ്ശി. എന്റെ ചേച്ചിയുടെ ചികിത്സ നടക്കാം. അവിടേക്ക് ഞാൻ എങ്ങനെ മുത്തശ്ശിയെ കൊണ്ടുപോവാ? വലിയൊരു കുടുംബം എനിക്കുണ്ടായിരുന്നു മോളെ. മോളെ കണ്ടതിന് ശേഷം ഞാൻ അതൊക്കെ ഓർക്കാൻ തുടങ്ങിയത്. 2 ആൺമക്കളും ഒരു മോളുമായിരുന്നു എനിക്ക്. അവർക്കൊക്കെ എന്താ പറ്റിയെന്ന് ഓർത്തെടുക്കാൻ എനിക്ക് കഴിയുന്നില്ല മോളെ. മോളെ കണ്ടപ്പോ എന്റെ സ്വന്തം മോള് മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെയാ എനിക്ക് തോന്നിയത്. മോൾക്ക് മുത്തശ്ശി ഒരു ശല്യവും ചെയ്യില്ല. ഇനി മോളെ കാണാതെ കഴിയാൻ വയ്യാഞ്ഞിട്ട. ഇവർ ഇത്രയൊക്കെ സംസാരിച്ചത് അത്ഭുതമായിട്ടാ ഞാൻ കാണുന്നത്. സ്വബോധം തിരിച്ചു വന്നതുപോലെയുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളൊന്ന് പറഞ്ഞതാ. കുട്ടി കൊണ്ടുപോകാനാണെങ്കിൽ ഇവിടെ ചില നടപടിക്രമങ്ങളുണ്ട്. പിന്നെ മനയിലേക്ക് മുത്തശ്ശിയെ കൊണ്ടുപോകേണ്ടത്. അത് മുത്തശ്ശനോട് ഞാൻ സംസാരിച്ചോളാം. ലച്ചുവിൻ്റെ അച്ഛനും അമ്മയും എന്തു പറയുമെന്ന് ആദ്യം അറിയട്ടെ. ഒരുപാട് കാലം മുത്തശ്ശി ജീവിച്ചു. ഒരുപാട് ജീവിതം കണ്ടു. മോളുടെ ജീവിതം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അത് കണ്ടിട്ട് വേണം സമാധാനായി മുത്തശ്ശിക്ക് കണ്ണടയ്ക്കാൻ. മുത്തശ്ശി ഉപേക്ഷിച്ചു പോവല്ലേ മോളെ? മുത്തശ്ശി എനിക്ക് എങ്ങനെ ഉപേക്ഷിക്കാനാവും? മുത്തശ്ശി ഞാൻ കൂടെ കൊണ്ടുപോവാം. പക്ഷേ അതിന് ചില നടപടികളൊക്കെ ഉണ്ട്. അതുവരെ മുത്തശ്ശി ഇവിടെ നിൽക്കണം. മോളെന്നെ ആശ്വസിപ്പിച്ചിട്ട് പോവാണോ? ഒരിക്കലുമില്ല. നാളെ വന്ന് മുത്തശ്ശിയെ ഞാൻ എന്റെ കൂടെ മനയിലേക്ക് കൊണ്ടുപോവാം. എന്താ, സന്തോഷായില്ലേ? മുത്തശ്ശി കാത്തിരിക്കും. ഇപ്പൊ ഞാൻ പോയിട്ട് വരാം. മോളെ ഗൗരിനന്ദനെ, മുത്തശ്ശി, ഗൗരിനന്ദനെയോ? ആരാ മുത്തശ്ശി അത്? എന്റെ മോളുടെ പേരാ അത്. മുത്തശ്ശിയുടെ പേര് ഓർമ്മയുണ്ടോ? മുത്തശ്ശിയുടെ തറവാട്ട് പേരെന്താ? അത് അത് മംഗലം, മാണിക്യമംഗലം. അത് തന്നെ, മാണിക്യമംഗലം. മഹാദേവൻ തമ്പി, അതാ എന്റെ ഭർത്താവിന്റെ പേര്. ഈശ്വരാ, ദക്ഷയുടെ അമ്മ. ആൺമക്കളോ? അത് ഗിരിമോനും ഗൗതം മോനും. സഞ്ജു ഇവിടെ വന്ന് നിൽക്കാണോ? എന്താ, എനിക്കിവിടെ നിൽക്കാൻ പാടില്ലെന്നുണ്ടോ? എങ്കിൽ ഞാൻ പോയേക്കാം. എന്തിനാ സഞ്ജു ഇപ്പോഴിങ്ങനെ വിരോധം വെച്ച് എന്നോട് പെരുമാറുന്നേ? നിനക്ക് വേണ്ടത് എന്താ? ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് നിനക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം.
അത് നിന്റെ ഒരു വെല്ലുവിളിയായിരുന്നു. നീ അതിൽ ജയിക്കാൻ പോകുന്നു. ജീവിതത്തെപ്പറ്റി മാത്രം നീ ചിന്തിക്കുന്നില്ല. സഞ്ജുവിന്റെ കൂടെ ഒരു ജീവിതം തന്നെയാ എന്തിനേക്കാളും വലുതായി ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ പോലും സ്വാതിയെ തള്ളി മാറ്റി ആ സ്ഥാനത്ത് കടന്നു കയറാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. സ്വാതി സ്വമനസാലെ സഞ്ജുവിനെ എനിക്ക് വിട്ടുതരുമെന്ന് മാത്രമേ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുള്ളൂ. അവളാണ് എന്നെ ഈ വിഷയം പറയാൻ മംഗലശ്ശേരിയിലേക്ക് വിളിച്ചത്. അപ്പൊ സഞ്ജു എന്നെ നാണം കെടുത്തി വിട്ടു. സഞ്ജു ഇനി എത്ര തന്നെ ശ്രമിച്ചാലും സ്വാതിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞാൽ പോലും നിങ്ങൾ തമ്മിലൊരു വിവാഹം ഉണ്ടാവില്ല. നീ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാതിക്കൊരു മാറ്റം വന്ന അവൾ എന്നെ വിട്ട് പോവില്ല. അത് സഞ്ജുവിന്റെ സ്വപ്നം മാത്രം. വിവാഹത്തിന് ഇനി അധികം നാളൊന്നുമില്ല. സ്വാതി സഞ്ജുവിനെ ആവശ്യപ്പെട്ട് വരുന്നെങ്കിൽ അത് കതിർ മണ്ഡപത്തിലേക്കാവും. അവള് വന്നാ നീ എന്ത് ചെയ്യും? സ്വാതി ഇപ്പൊ മാലാഖയായി പറയുന്ന നിന്റെ തീരുമാനം എന്താണെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. ഇവൻ ഇപ്പോഴും ജീവിക്കുന്നത് ആ പെണ്ണിനെ ഓർത്ത് തന്നെയാ. അങ്ങനെ സ്വാതി താലി കെട്ടുന്ന ഒരു നിമിഷം മുൻപെങ്കിലും കതിർ മണ്ഡപത്തിലേക്ക് വന്ന അമ്മുവിന് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിരിക്കും. നമ്മൾ തമ്മിലുള്ള വിവാഹത്തിൽ നിന്ന് ഞാൻ പിന്തിരിയുക തന്നെ ചെയ്യും. ഇനി സഞ്ജു എനിക്കൊരു വാക്ക് തരണം. സ്വാതി വന്നില്ലെങ്കിൽ എന്നെ ഭാര്യയായി അംഗീകരിച്ച് എന്റെ കൂടെ ജീവിക്കാൻ ഒരു മനസ്സുണ്ടാവുമെന്ന് ഇവിടെ വെച്ച് പറയണം. സ്വാതി വന്നില്ലെങ്കിൽ നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിരിക്കും. പിന്നെ ഒരുമിച്ചുള്ള ജീവിതത്തെപ്പറ്റി നിനക്ക് തന്നെ മനസ്സിലാവും. മനസ്സിലായില്ല? താലി കെട്ടിക്കഴിഞ്ഞാ ഞാൻ നിന്റെ ഭർത്താവായി കഴിഞ്ഞില്ലേ? നിന്റെ കളിപ്പാവാ. സ്വാതി പറയുന്നതിനല്ല വില കൽപ്പിക്കേണ്ടത്. അമ്മുവിന്റെ തീരുമാനങ്ങളാ എന്നെ ഭയപ്പെടുത്തുന്നത്. സഞ്ജു അമ്മുവിനെ പോലും അനുസരിക്കുന്നതിൽ കാര്യങ്ങൾ ചെന്ന് എത്തി നിൽക്കുന്നു. നമ്പീസിനെ ഇത് എത്ര നേരമായി വിളിക്കുന്നു. ഇയാള് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് എന്തെടുക്കുക? വർമ്മ സാർ ഒരു കാര്യത്തിന് വേണ്ടി അയച്ചതല്ലേ മാഡം? അതിനു വേണ്ടിയുള്ള ഓട്ടോ ആയിരിക്കും. ആ സഞ്ജന എന്താ നിന്നോട് പറഞ്ഞത്? തുടക്കത്തിലെ സംസാരമൊന്നും ഞാൻ കേട്ടില്ല. ഈ വിവാഹം നടക്കില്ല എന്ന തോന്നൽ അവൾക്കുണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.